പ്രിയപ്പെട്ടവരെ നമസ്കാരം. വേറൊരു ഇന്നാള് ഞാൻ പറഞ്ഞൊരു വിഷയം തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൂടുതലും ഒത്തിരി ആസ്തികൾ വസ്തുവിൽ ഇങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് ലാൻഡ് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞ നന്ദൻ നിലേകാനിയുടെ കൺസെപ്റ്റും ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്ന റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒരു കൺസെപ്റ്റാണ്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്, ശരിക്കും മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പോൾ അപ്പം ഒരു സംസ്ഥാനത്തിന്, കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് നിയമം നിർമ്മാണം നടത്തുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒരു ലാൻഡ് ടോക്കണൈസേഷൻ ആക്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം അത് കുറച്ചുകൂടെ ലിക്വിഡായിട്ടുള്ള അസറ്റ് ആവുമെന്ന് ഇപ്പോൾ വസ്തു എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വെറുതെ വസ്തു ഇട്ടിരിക്കുക, അവർക്ക് ഉപയോഗിക്കാൻ ഒരു ഐഡിയ ഇല്ല, അവർക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഈ മുള്ളൻ പന്നി പോലെയുള്ള മൃഗങ്ങൾ റബ്ബർ തോട്ടങ്ങളിലുമൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം ഈ വെറുതെ നമ്മൾ റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടൊന്നും കാര്യമില്ല. റബ്ബർ കൃഷിയല്ല, നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ വാല്യൂ കൂടുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ കേരള ലാൻഡ് മാനേജ്മെൻറ്റ് ആക്ടിൽ വ്യത്യാസം വരുത്തിയിട്ട് സ്ഥലം ഉപയോഗിക്കുന്നതിന് കൂടുതൽ പെർമിഷൻ കൊടുക്കുക. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡേ റബ്ബർ പ്ലാന്റേഷൻസ് എല്ലാം കൺവേർട്ട് ചെയ്ത് ഗ്ലോബൽ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബേസ്ബോൾ സ്റ്റേഡിയം, പാർക്കുകൾ, അതാണ് ബേസ്ബോൾ സ്റ്റേഡിയം, റഗ്ബി സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം, ടെന്നീസ് സ്റ്റേഡിയം, പിന്നെ കൺസേർട്ട് വെന്യൂസ്, പിന്നെ IT പാർക്കുകൾ, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വേറെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, വലിയ ഗ്ലോബൽ സ്കെയിലുള്ള അമ്യൂസ്മെൻറ്റ് ഫിലിം സ്റ്റുഡിയോസ്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, പിന്നെ ഡിസ്നിയുടെ, അങ്ങനത്തെ ഒത്തിരി പാർക്കുകൾ ഇവിടെ വരേണ്ടതുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വാൻഗാർഡ്, ബ്ലാക്ക് റോക്ക്, ഇത് ഇങ്ങനത്തെ ഫണ്ടാണ്. ഇവർക്ക് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെക്കാട്ടിലും കൂടുതൽ ഫണ്ട് കാര്യം ചെയ്യുന്നത്. അവർ പല ബില്യനേഴ്സിൻ്റെയും ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നവരാണ്. പിന്നെ സോവറിൻ വെൽത്ത് ഫണ്ട്സ്, അത് പല രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് ഫണ്ടുണ്ട്. അപ്പോൾ അത് കാനഡ ഉണ്ട്, സൗദി ഉണ്ട്, ഖത്തറുണ്ട്, ദുബായ്, UAE, അപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഫണ്ടുകളാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമേഴ്സായിട്ട് ആര് വരും? റേസ് കോഴ്സ്, ഫോർ എക്സാമ്പിൾ റേസ് കോഴ്സ് വരുവാണെങ്കിൽ, ഹോഴ്സ് റേസ്, മഹാലക്ഷ്മി റേസ് കോഴ്സ് ഒരു സംഭവം വരുവാണെങ്കിൽ കൂടുതൽ എലൈറ്റായിട്ടുള്ള കസ്റ്റമേഴ്സ് ഇവിടെ വരും. കൂടുതൽ മലയാളികളല്ല. അപ്പോൾ മലയാളികളുടെ പോപ്പുലേഷനിൽ തന്നെ ഒരു വ്യത്യാസം വരും. കൂടുതൽ കോസ്മോപൊളിറ്റൻ ഇന്ന് വരുന്ന ബംഗാളികളൊക്കെയാണ്. അവരെ നമ്മൾ ഒത്തിരി റീഹാബിലിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ സമൂഹത്തിനോട് ചേർത്ത് നിൽക്കേണ്ട കാര്യമാണ്. അതിനേക്കാളും നല്ലൊരു കോസ്മോപൊളിറ്റൻ ക്രൗഡ് ഇവിടെ വരും. അങ്ങനെ ബാംഗ്ലൂർ പോലെ, ഹൈദരാബാദ് പോലെ, പത്തനംതിട്ടയും കോട്ടയമൊക്കെ മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റാണ് നമുക്ക് വേണ്ടത്. കൂടുതൽ ബോംബെ എന്നൊക്കെയുള്ള ആൾക്കാർ ഇവിടെ വരും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ക്രൗഡ്, വിദേശികൾ വരെ വരും. പിന്നെ ഒന്നും തന്നെയല്ല, നമ്മുടെ കൂടുതൽ കോസ്മോപൊളിറ്റൻ ക്രൗഡ് കൂടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മലയാളികൾ തന്നെ, പോയ മലയാളികൾ, നമ്മുടെ ഈ അമ്മാവന്മാരെയും അടുത്ത് പോയ മലയാളികൾ എന്ന് പറയാറില്ലേ, അങ്ങനത്തെ മലയാളികൾ, ബാംഗ്ലൂരിലും ഒക്കെ പോയ മലയാളികൾ, അല്ലെങ്കിൽ വിദേശത്ത് സാൻ ഫ്രാൻസിസ്കോ അങ്ങനെയൊക്കെയുള്ള മലയാളികൾ, കൾച്ചർ വേരിയേഷൻ കൊണ്ട് പോയ മലയാളികൾ ഇവിടെ തിരിച്ചു വരും. പിന്നെ വേറൊരു സഹായം എന്ന് പറയുന്നത് ഒരു കാര്യം, ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാറ്. ഇരട്ട പൗരത്വം കൂടെ വരികയാണെങ്കിൽ ഇതിനെ ഒത്തിരി സഹായം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് പോലെ ഈ നമ്മുടെ വസ്തുവിലുള്ള ഓഹരി നമ്മളൊരു ബാങ്കിൽ കൊണ്ട് ഷെയർ പോലെ അത് ക്രെഡിറ്റ് ചെയ്ത്, മ്യൂച്വൽ ഫണ്ട് ബാങ്കിലേക്ക് കൊണ്ടുപോയി നമുക്ക് ലോൺ എടുക്കത്തില്ല. 60% വരെ ലോൺ എടുക്കാം. ഇതിൻ്റെ എത്ര ആസ്തി, അതിൻ്റെ 60% വരെ നമുക്ക് ലോൺ കിട്ടും. ഇപ്പോഴത്തെ പക്ഷേ നമ്മൾ ക്രെഡിറ്റ് സ്കോറില്ലാന്ന് നോക്കിയാണ്. അപ്പോൾ അതിന് പകരം നമ്മളൊരു ട്രേഡബിൾ ഇക്വിറ്റി ആയിട്ട് ഇത് ലാൻഡിനെ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് അത് ബെനിഫിറ്റ് ചെയ്യും. ഒത്തിരി പണം ഇവിടെ വരും. ഒത്തിരി സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. സിലിക്കോൺ വാലി പോലെ കേരളത്തെ ആക്കി
ആക്കാൻ താല്പര്യമുള്ള ഒത്തിരി മഹാന്മാർ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ഇതിനെ ഒത്തിരി ബെനിഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ തൊട്ട് ഇവിടെ പിന്നെ സ്റ്റാർട്ടപ്പുകളെല്ലാം വരും. ഒരു ഇമാജിൻ ദ സിറ്റുവേഷൻ, നമ്മൾ ഷെയർ പോലെ ശരിക്കും റിലയൻസിൻ്റെ ഷെയർ പോലെ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷെയർ, മ്യൂച്വൽ ഫണ്ട് ട്രേഡ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് പ്ലെഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യുന്ന പോലെ, അങ്ങനെ ഒരു സ്വർണം കൊണ്ട് പണയം വെച്ചാൽ ഉടനെ നമുക്ക് ലോൺ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മളെ ആ ഒരു സിസ്റ്റം സ്ഥലത്തിലോട്ടും വരണം. അപ്പം അതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇത് ലോങ് ടൈമിൽ ഇതെല്ലാവരും സ്ഥലം വിറ്റ് പോവും. അത് പിന്നെ ഒത്തിരി ബില്യനേഴ്സാണ് ഇപ്പോൾ സ്ഥലം മേടിക്കുന്നത്. അവരുടെ കയ്യിലാണ് ഈ കൂടുതൽ അഗ്രികൾച്ചർ ലാൻഡ്, അതർ പ്രോപ്പർട്ടീസ്, പ്ലാന്റേഷൻ പ്രോപ്പർട്ടീസ് ബില്യനേഴ്സാണ്. ലോകം മുഴുവൻ നോക്കിയാൽ അതാണ് ട്രെൻഡ്. ഇപ്പോൾ അമേരിക്കയിലെ ഒരു ട്രെൻഡ് നോക്കിയാൽ മതി. അമേരിക്കയിൽ ആരൊക്കെയാണ് കൂടുതലും അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടീസ് മേടിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമ്മൾ സ്ഥലം വിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ റിലയൻസ് ഒരു IPO നടത്തുമ്പോഴത്തേക്ക് റിലയൻസിൻ്റെ ഒരു കൺട്രോളിങ് ഈക്വിറ്റി അവരുടെ കയ്യിലുണ്ട്. ആരാണെങ്കിലും IPO നടത്തുമ്പോൾ അതുപോലെ, അല്ലെങ്കിൽ പിന്നെ IPO സ്റ്റോക്ക് ഷെയർ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അതുപോലെ. സോ സെയിം സിറ്റുവേഷൻ ഷുഡ് ഹാപ്പൻ വിത്ത് ദ ലാൻഡ്. സോ the government please think about, the state government please think about land monetization, um, and making the land as a liquid, like a mutual fund, gold asset, and the equity shares in stock exchange, or create a stock exchange exclusively for real estate. I request the central government, ministers, and Mr. Modi ji and Amit Shah and all that. So, requesting them and the president also to look into these matters. And dual citizenship, please allow dual citizenship in India, especially for our own citizens, our own NRIs, not exclusively for foreigners, but the prime target should be our new NRIs and our own Indian citizens or person with the Indian origin. They should be given Indian citizenship, and they should be asked to contribute at least 2 weeks every year. Give back to the Indian community, come back to India, do voluntary service, make India the global place for everything in the world. And also, one more thing I want to request the central government is, please, it's our prime time now. We have the right factories going for working out for India. So we should also aim to become number one in global sports, especially in Olympics. We should be one in Olympics. We should be number one in FIFA World Cup. We should be number one in baseball and all the other tennis, rugby, or basketball, whatever sports you look at in the country or in the world. So give importance to Indian games also. At the same time, becoming number one in all the global sports, and doing cultural exchange with other countries for citizens and youth, so that they get to know the other what is happening in other countries, and then coming back and serving India in their own prime choice of what they want to do in life. So spend some time outside the country, which is nice, but come back to India and serve the country back, because we have paid for your education, everything. So always don't leave the country just like that, but always come back, contribute to India's success story. Thank you so much. Thank you so much. Bye.